ലീഗ് പിരിച്ച ഫണ്ടുകളൊന്നും മലപ്പുറം വിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങൾ നമ്മളോട് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കത്വ ഇരയ്ക്ക് വേണ്ടി അവരുടെ കേസ് നടത്തിപ്പും അവരുടെ വീടിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗ് പള്ളികളിൽ നിന്നുൾപ്പെടെ പിരിച്ചിരിക്കുന്ന ഫണ്ടിൻ്റെ കണക്കുമായി ബന്ധപ്പെടുത്തി വാദപ്രതിവാദങ്ങൾ അപ്പുറം ഇപ്പുറം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശദാംശങ്ങളിലേക്ക് നമുക്ക് വീണ്ടും പോകാം. ഇന്നതിൽ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് സുബൈറെല്ലാം പത്രസമ്മേളനം നടത്തുകയുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കേസ് വാദിച്ച ദീപിക വക്കീലും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കൂടുതൽ വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അതിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കണ്ട്, അതുകൂടി എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ ചേർക്കാനും മറക്കരുത്. സംഭവം വളരെ കൃത്യമാണ്. അവർ ആദ്യം പറഞ്ഞത് ആ വീടിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫണ്ട് പിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് അത് ചെറുങ്ങനെ മാറിയിട്ട് കേസ് നടത്താൻ വേണ്ടിയിട്ടാണ്, അവരുടെ കുടുംബവുമായി ബന്ധപ്പെടുത്തി ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ കേസിൻ്റെ കൂടി നടത്തിപ്പിനാവശ്യമായിട്ടുള്ള രീതിയിൽ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ തീരുമാനമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ പറയുന്ന ഫണ്ട് പിരിച്ചതോ അല്ലെങ്കിൽ മുക്കിയതോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ആ വഴിക്ക് നടക്കുന്നുണ്ട്. ഇതിൽ എത്രയെങ്കിലും രൂപ ഫണ്ട് റെസീറ്റ് വെച്ചിട്ട് മുറിച്ചതാണോ അല്ലെങ്കിൽ കൂപ്പൺ വെച്ചിട്ടെടുത്തതാണോ, അതുമല്ല ഹുണ്ടികയാണോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ മുഴങ്ങിയാണ് നിൽക്കുന്നുണ്ട്. അതിനൊന്നും വേണ്ടപ്പെട്ടവർ മറുപടിയായി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതും അവിടെ നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പറയുന്നതാണെന്നല്ല, മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് ഫണ്ട് പിരിച്ചുവെന്നും അത് മുക്കിയെന്നും പറഞ്ഞ പാണക്കാട് ഒരു തങ്ങളുകുട്ടിയെ എല്ലാവരും കൂടി പേടിപ്പിച്ച് അതിൽ നിന്ന് ആ പ്രസ്താവന തന്നെ ഇല്ലാതാക്കിയ രീതിയിലൊക്കെയുള്ള പരാമർശങ്ങളും വന്നു കഴിഞ്ഞു. എന്നാൽ ഇതെല്ലാം വന്നു കഴിഞ്ഞിട്ടും ഈ കേസ് വാദിച്ച ദീപിക എന്ന് പറയുന്ന വക്കീലിനെ നമുക്കറിയാം. അവർ പറയുമ്പോൾ ലീഗും കേരളവുമായി ബന്ധപ്പെടുത്തി ഒരു തരത്തിലുള്ള ഫണ്ടും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് അങ്ങനെയുള്ള പ്രസ്താവന അവരുടേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ സ്വതന്ത്ര വാർത്താ സംഘമായിട്ടുള്ള T21 എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിനോട് അവർ സംസാരിച്ചിട്ടുള്ള മറ്റു ചില വസ്തുതകൾ കൂടിയുണ്ട്. കേരളത്തിൽ നിന്ന് ലീഗ് എത്ര ഫണ്ട് കൊടുത്തുവെന്നും കേരളത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക സഹായം ദീപികയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെടുത്തി കിട്ടിയിട്ടുണ്ടോ എന്നും കിട്ടിയിട്ടില്ലേ, എന്തൊക്കെയാണ് അതിൻ്റെ നിജസ്ഥിതി എന്നും കുറിച്ചുകൊണ്ട് ദീപിക നൽകിയിരിക്കുന്ന പ്രസ്താവനയും വാക്കുകളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നും കണ്ടിട്ട് ബാക്കി പറയാം. Hi, this is completely surprising and I actually did not receive any money from Kerala till date for Asifa's case because I did that case pro bono when I was fighting in Supreme Court. I did that case pro bono when I was fighting in High Court here at Jammu, and even I did not charge the family members for that. There was no question of receiving, charity or you say funds from any other quarter without informing the parents. Even a lot of people came to me for for extending support to the parents, but I did not receive that. I had no authority to receive money for anyone, for her parents, because I was not there to receive the money. I was there to fight for the case, right? So if anyone can prove that I have received money from Kerala for Rasana case, I mean, then things would be different, because I don't know. I seriously have not received any money from Kerala for Rasana case. Yes. And second thing, which everyone knows, that trial was conducted by public prosecutors. So there was no question of paying to the public prosecutors also, which you have rightly said. And I think there was one lawyer, Mubin Farooqi, who was actually not participating in the trial, but he actually told everyone that he participated in trial. So trial was purely done by the public prosecutor, no private lawyer. I'm trying to be very clear and very firm on it, because I know how the trial goes on. No private lawyer participated in the argument, examination of witnesses or any other thing from the parents' side, and that is on record, and that you can check from anyone. Right, it was only the public prosecutors who fought the case before the trial court at Pathankot. So I'm really very sorry that if this controversy has taken place, but
I have not taken any money. You can make my voice note public. You can, run this in Kerala that I have given my statement. Yes, I have not received any money from any quarter. Not a single rupee I have received from anyone for Rasana case. No, I have not received except the money which the pet parents later contributed for my rape workshop. They paid, I guess, 1.5 lakh they paid for conducting a workshop that I organized for rape victims here in Jammu, and that was separate thing. That was for bearing the expenses of the conference. Except that money, I have not received a single penny from any quarter, because I was not there to mint money. I was there to support the parents and support get justice for the child. This is my precise statement, and if anyone can prove that I have received any money, let that person face me and prove that I have received any money from any quarter. Thank you. ദീപിക പറഞ്ഞാൽ നിങ്ങൾ മുഴുവനായി കേട്ടു. ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ മുസ്ലിം ലീഗുകാർ പറയും ഈ ദീപികയായിട്ട് ഞങ്ങൾക്ക് മറ്റ് ബന്ധങ്ങളൊന്നുമില്ല എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഒരു 2 പോസ്റ്ററുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് 2019 2019 ഡിസംബർ 20, 21, 22, 23 തീയതികളിൽ കോഴിക്കോട് നടന്ന MSF സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയിൽ അഡ്വക്കേറ്റ് ദീപിക പങ്കെടുത്തതിൻ്റെ ഒരു പടമാണ്. അവർ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്റ്റുഡൻറ് ഫെഡറേഷൻ, അതായത് MSF ഇറക്കിയിട്ടുള്ളൊരു പടം ഞാനിതിവിടെ കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ അതിനകത്ത് ദീപിക ആരാണ് എന്നുള്ള അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫാസിസ്റ്റുകളുടെ പേടി സ്വപ്നം, ഈ ഉരുക്ക് വനിത ഇന്ന് കോഴിക്കോട്ട്. ഇനി മറ്റൊരു പോസ്റ്ററാണ്. അത് 2020 ജൂലൈ 28 നടന്നിരിക്കുന്ന ഒരു ക്യാമ്പയിനെ ബന്ധപ്പെടുത്തിയിട്ടാണ്. ബാലപീഡനത്തിനെതിരെ സമൂഹ മനസാക്ഷി ഉണരട്ടെ എന്ന് പറഞ്ഞുള്ള ഒരു ക്യാമ്പയിനാണ്. MSF ഹരിത കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നിരുന്ന പരിപാടിയുടെ പോസ്റ്ററിനകത്ത് അത് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ദീപിക സിംഗ് രാജാവത്ത്. അപ്പോൾ ദീപികേനെ ഇവർക്കറിയാം. അത് മുസ്ലിം യൂത്ത് ലീഗുകാരോ MSFകാരോ കത്വ കേസിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്ന ഫണ്ടിൻ്റെ ഭാഗമായിട്ട് അറിയുന്നതല്ല. ഈ കേസ് ഏറ്റെടുത്ത് നടത്തുന്നത് ദീപിക രാജാവത്താണ് എന്നും 1 രൂപ പോലും സാമ്പത്തിക സഹായം ആരിൽ നിന്നും പ്രതീക്ഷിക്കാതെ ഒരു തരത്തിലുള്ള സംഭാവനയും സ്വീകരിക്കാതെയാണ് ദീപിക ഈ കേസെടുത്ത് ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് എന്നും ദീപിക തന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു മറുഭാഗത്തേക്കാണ്. ഇന്ന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള CK സുബൈറെല്ലാം പത്രസമ്മേളനം നടത്തുകയും കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെടുത്തി 24-നകത്ത് അരുണുമായി വൈകുന്നേരത്തെ സംവാദത്തിനകത്ത് സുബൈർ ഉണ്ടായിരുന്നു. ആ സുബൈർ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഉണ്ടാകുന്ന ചില സംശയങ്ങളുണ്ട്. ഈ ഫണ്ടിൻ്റെ വിവാദം ഉണ്ടായ കാലം മുതൽ ഇങ്ങോട്ട് തൊട്ടും തൊടാതെയുമെല്ലാം മറുപടി പറഞ്ഞു പോയിരിക്കുന്ന ലീഗുകാരും യൂത്ത് ലീഗുകാരും MSFകാരുമെല്ലാം ഇതിനുള്ള മറുപടി കൂടി പറയണമെന്നുള്ള ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന കൂടി പിണറായിക്കാരൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ന്യായമായിട്ടുള്ള സംശയങ്ങൾ ഇതാണ്. ആദ്യത്തേത്, മുസ്ലിം ലീഗുകാർ അവതരിപ്പിച്ചൊരു വക്കീലുണ്ടായിരുന്നു, മുബീൻ ഫാറൂഖി. അദ്ദേഹമാണ് ഈ കേസ് നടത്തിയത് എന്നാണ് ഫണ്ടിൻ്റെ വിവാദം ബന്ധപ്പെടുത്തിയ ആദ്യഘട്ടങ്ങളിലെല്ലാം ലീഗുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് കൈമാറി തുടങ്ങിയിട്ടുള്ള വാദങ്ങളായിട്ടുള്ള വന്നിരുന്നത്. ഇന്ന് ആ വാദം മെല്ലനങ്ങ് പോയി. പത്രസമ്മേളനത്തിലും പിന്നീട് 24-ൻ്റെ ചാനൽ ഫ്ലോറിലെല്ലാം സുബൈർ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ കേസ് കോർഡിനേറ്റ് ചെയ്തത് മുനീറാണെന്നാണ്. കേസ് നടത്തിയിരിക്കുന്ന ആളെന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കേസ് കോർഡിനേറ്റ് ചെയ്തത് എന്ന ലെവലിലേക്ക് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് സാധ്യതയുണ്ടോ? രണ്ടാമത്തേത്, അദ്ദേഹത്തിന് കേസിൻ്റെ ചെലവിന് വേണ്ടി 9,35,000 രൂപ നൽകിയെന്നാണ് മുന്നേ പറഞ്ഞിരുന്നത്. അതായത് ഈ ഫണ്ടിൻ്റെ കണക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. ഈ ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു എന്ന് സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്കിടയിലായ സംശയം വന്നപ്പോൾ അതിൻ്റെ രേഖകൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് പത്രസമ്മേളനം നടത്തിയിരിക്കുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ ഇന്ന് പറയുന്നത് 7,35,000 രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു 2 ലക്ഷം രൂപ അവിടെ ഷോർട്ടുണ്ട്. അത് കണക്കെഴുതുന്ന സമയത്ത് അബദ്ധം പറ്റിയതാണോ, അല്ലെങ്കിൽ സ്കൂളിൽ പോകാത്ത ആരെങ്കിലും ആണോ ഈ കണക്കെഴുതി തുടങ്ങിയിട്ടുള്ള സംശയം ന്യായമായിട്ടും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഉയർന്നു വരാം. ഈ 2 ലക്ഷം രൂപയുടെ കാര്യം ചോദിച്ചപ്പോൾ തന്നെ അവിടെ വന്നിട്ടുള്ള മറ്റൊരു വാദം എന്നുള്ളത് ഈ 2 ലക്ഷം രൂപ ഹൈക്കോടതിയിലെ വക്കീലിന് വേണ്ടി കൈമാറിയതാണ് എന്നാണ്. ഹൈക്കോടതിയിലെ വക്കീൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇരക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീൽ എന്നാൽ അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കേസുകൾ പ്രോസിക്യൂഷൻ ആവുമല്ലോ. പ്രോസിക്യൂഷനാണ് ഹാജരാവുക. അങ്ങനെ പ്രോസിക്യൂഷൻ ഹാജരാവുന്ന ഒരു കേസിനകത്ത് കേസ് നടത്താനെന്ന വ്യാജേന മുസ്ലിം യൂത്ത് ലീഗ് പിരിച്ചിരിക്കുന്ന ഫണ്ട് 2 ലക്ഷം രൂപ നൽകുക എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് വീണ്ടും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്താ നടക്കുന്നുണ്ട്. അപ്പോൾ അതും സ്വാഭാവികമായിട്ടും ഒരു പ്രേക്ഷകൻ എന്നതിൽ സംശയിക്കാവുന്ന കാര്യമാണ്. നാലാമതായിട്ട് അവർ ഉന്നയിച്ച ഒരു വക്കീലിൻ്റെ പേരാണ് സന്തോഷ് സിംഗ് ബസ്ര.
ആ സന്തോഷ് സിംഗ് ബസ്ര എന്ന് പറയുന്നത് ഞാൻ അന്വേഷിച്ചിടത്തോളം അദ്ദേഹം ഒരു പ്രോസിക്യൂട്ടറാണ്, അതായത് സർക്കാർ വക്കീലിനാണ്. ആ സർക്കാർ വക്കീലിന് ശമ്പളം നൽകുന്നതുമെല്ലാം സർക്കാർ ഖജനാവിൽ നിന്നാണ്, അല്ലാതെ മുസ്ലിം യൂത്ത് ലീഗ് പിരിച്ചെടുത്ത ബക്കറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഹുണ്ടി തുകയിൽ നിന്നല്ല, കണക്കപ്പെടാത്ത പൈസയിൽ നിന്നുമല്ല. അങ്ങനെ സർക്കാർ വക്കീലിന് ഇവർ പൈസ കൊടുത്തു എന്ന് പറയുകയാണ് എങ്കിൽ അത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ലീഗുകാർ എങ്കിൽ ഈ വിഷയം അടിയന്തരമായും അവിടുത്തെ സർക്കാരും അഭിഭാഷക വൃത്തിയിലേർപ്പെട്ട പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ അവരും പരിശോധിക്കപ്പെടണം. ഇനി അഞ്ചാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു മറ്റൊരു സംശയമാണ്. അതായത് ഈ മുബീൻ ഫാറൂഖി നേരത്തെ പറഞ്ഞിരിക്കുന്ന അവർ ഏത് രീതിയിലാണ് ഈ പറഞ്ഞ കേസ് കോർഡിനേറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്നത്? സർക്കാർ വക്കീലും അതുപോലെ തന്നെ ദീപികയുമെല്ലാം ഹാജരാകുന്ന ഒരു കേസിനകത്ത് മുബീൻ ഫാറൂഖി എന്ന് പറയുന്ന മുസ്ലിം ലീഗുകാർ പറയുന്ന ആ വക്കീലിന് അവിടെ എന്തായിരുന്നു ഒരു സാധ്യത ഉണ്ടായിരുന്നത്? അതായിട്ടും വക്കീൽമാരായിരിക്കുന്ന ആളുകളെല്ലാം ഒരു കേസ് നടക്കുമ്പോൾ ആ ഹാളിനകത്ത് ഹാജരാകും. ഒന്നുകിൽ കേസ് പഠിക്കാനോ അല്ലെങ്കിൽ നടന്ന പ്രൊസീഡിങ്സ് കാണാനോ വേണ്ടിയിട്ട് തന്നെ കൃത്യമായിട്ട് ഉണ്ടാവാറുണ്ട്. സീനിയർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജൂനിയർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെ കറുത്ത കോട്ടുമിട്ട് ഉള്ളിൽ കയറാൻ പ്രവേശനവാസം ഉണ്ടായിരുന്ന അനേകം അഡ്വക്കേറ്റുമാരിൽ ഒരാളായിരുന്നോ ഈ മുബീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ ലീഗുകാർ ബാധ്യസ്ഥരാണ്. അപ്പോൾ അങ്ങനെ തൊട്ടതിലെല്ലാം ലീഗിനും മുസ്ലിം ലീഗിനും കത്വ ഫണ്ട് ബന്ധപ്പെടുത്തിയിട്ട് പിഴക്കുകയാണ്. അതിനിടയിൽ ഫേസ്ബുക്കിനകത്ത് കണ്ടിരിക്കുന്ന ഒരു കുറിപ്പാണ്, കാസർഗോഡ് നിന്ന് പിരിച്ചെടുത്ത പൈസ കൊണ്ടാണ് ഫിറോസിൻ്റെ വീടിൻ്റെ തറ കെട്ടിയിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാണ് ആദ്യത്തെ 2 റൂമിൻ്റെ കല്ല് വെച്ച് പൊന്തിച്ചിരിക്കുന്നത്. കോഴിക്കോട് നിന്നുള്ളതാണ് ബാക്കി റൂമുകളുടെ കല്ല് പൊന്തിച്ചത്. അങ്ങനെ വയനാടും മലപ്പുറവും ചേർത്ത് കിട്ടിയ പൈസ കൊണ്ടാണ് കോൺക്രീറ്റ് മുഴുവനായിട്ട് വർക്ക് കഴിഞ്ഞത്. പാലക്കാട് നിന്ന് കിട്ടിയ പൈസ കൊണ്ടാണ് ഇതിൻ്റെ തേപ്പ് മുഴുവനായിട്ട് നിർവഹിച്ചത്. തൃശ്ശൂരിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാണത്രേ ഇതിൻ്റെ പ്ലംബിംഗ് വർക്കുകൾ മുഴുവൻ പൂർത്തീകരിച്ചത്. എറണാകുളത്ത് നിന്ന് കിട്ടിയ പൈസ കൊണ്ടാണ് ഇതിൻ്റെ ഫ്ലോറിംഗ് വർക്കുകൾ പൂർത്തീകരിക്കപ്പെട്ടിരുന്നത്. ഉള്ളിലത്തെ വയറിംഗ് എല്ലാം പൂർത്തീകരിക്കുന്നത് ഇടുക്കിയിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാണ്. പത്തനംതിട്ടയിൽ നിന്നും കോട്ടയത്ത് നിന്നും കിട്ടിയ പൈസ കൊണ്ടാണ് വീട്ടു സാധനങ്ങളെല്ലാം ബിരിയാണി ചെമ്പ് ഉൾപ്പെടെ വാങ്ങിച്ചിരിക്കുന്നത്. ഫർണിച്ചറും ബാക്കിയെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് കൊല്ലത്തുനിന്നും ആലപ്പുഴയിൽ നിന്നും കിട്ടിയ പൈസ കൊണ്ടാണ്. ഇനി ഈ സംഭവത്തിലെല്ലാം പങ്കെടുത്ത ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഭക്ഷണവും ബിരിയാണിയും കോഴി ബിരിയാണിയും എല്ലാം മൂരി ബിരിയാണിയും അതോടൊപ്പം പ്രാർത്ഥനയും എല്ലാമായി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പിരിച്ചു കിട്ടിയ പൈസ കൊണ്ടാണത്രേ. അങ്ങനെ എല്ലാത്തിനും കണക്കുണ്ട്. അത് തറകെട്ടും കല്ലുപൊന്തിക്കലും തേപ്പും ഫ്ലോറിങ്ങും പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെയായി ഒടുവിൽ ബിരിയാണി ചെമ്പിന് വരെ വിറ്റതിന് പൈസയായി. അങ്ങനെ കണക്കുമായി. അങ്ങനെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നോ ഇനി വ്യക്തമാക്കേണ്ടത് മുസ്ലിം യൂത്ത് ലീഗ് തന്നെയാണ്. എന്തിനും ഏതിനും രേഖ കയ്യിൽ വെച്ച് കാണിക്കുന്ന ഫിറോസിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു രേഖ പുറത്തുവിടാനുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ വീടിനെതിരെ പോലും ആരോപണം ഉയർന്നു നിൽക്കുന്ന ഈ ഘട്ടത്തിനകത്ത് ആ ഒരു രേഖ പുറത്തുവിടാൻ ഫിറോസ് തയ്യാറാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാനുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ വിടവാങ്ങുന്നു. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ചാനലിലെ വീഡിയോകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ ചേർക്കുകയും വേണം. ബൈ.